വെട്ടിച്ചിറ കാർഷിക നഴ്സറിന്ന് സുബൈറാണ്. ഈ വരുന്ന പെരുന്നാളിന് വെട്ടിച്ചിറ കാർഷിക നഴ്സറിയുടെ എല്ലാ ആശംസകളും നേരാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അപ്ഡേഷൻ ആയിട്ട് എത്തിയിട്ടുണ്ടല്ലേ? അതെ അതെ അതെ. അപ്പോൾ പെരുന്നാളൊക്കെയാണ്, പെരുന്നാൾ ഓഫർ ആക്കിയാലോ? പെരുന്നാൾ ഓഫർ ആക്കാൻ കുഴപ്പമില്ല. ഓക്കെ, എങ്ങനെയൊക്കെ കൊടുക്കാം നമുക്ക്? നമ്മൾ പെരുന്നാൾ തന്നെ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഈ മഴയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു സീസണാണല്ലോ. ഇപ്പോൾ ആളുകൾ ഈ ഒരു തൈകൾ വെക്കാനുള്ള ഒരു സീസണാണ്. വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മഴ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ തൈ വെച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഏതായാലും പെരുന്നാൾ എന്നുള്ളതൊക്കെ ഒരു ഓഫറിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ J33 ആണിത്. പ്ലാവ് J33 പ്ലാവാണ്. ഇതൊക്കെ നമുക്കൊരു 125 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റുന്ന 125 ഉറുപ്പ്യ കൊടുക്കാം. 125 ഉറുപ്പ്യക്ക് 125 ഉറുപ്പ്യക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ എത്ര സമയം കൊണ്ട് റിസൾട്ട്? എന്തായാലും ഒരു 3 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യണം. 3 വർഷം. നമ്മളെ വീഡിയോ വന്നിട്ട് 15 ദിവസം നമുക്ക് ഈ ഓഫർ കൊടുത്തൂടെ? 15 ദിവസം കൊടുക്കാം. വീഡിയോ ഇറങ്ങി ഉടനെ നമ്മൾ ഒരു 15 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഏതാ വരുന്നത്? പിന്നെ ഇതാ വിയറ്റ്നാം ഇതാ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല തൈകൾ ഇതുണ്ടോ, അത്യാവശ്യം നല്ല കരുത്തുള്ള. ഇത് നമുക്ക് അതേ സെയിം റേറ്റിന് കൊടുക്കാൻ പറ്റും. എത്ര കൊടുക്കാം? 125 രൂപ. 125 രൂപ കൊടുക്കാൻ പറ്റും. ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, അത്യാവശ്യം സാധനങ്ങൾ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കും. സാധനം പോകുന്നതിനനുസരിച്ച് സാധനം ഇങ്ങനെ പറയില്ല. ഒരിക്കലും ഇല്ല, യാതൊരു സംശയമില്ല. എത്ര സാധനം വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തേ. ലൊക്കേഷൻ നമ്മൾ വെട്ടിച്ചിറ കാർഷിക, മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറ കാർഷിക നഴ്സറി, പടിയത്ത് ഗുൽമിനാർ അടിച്ചാൽ നമ്മളെ ലൊക്കേഷൻ കറക്റ്റായിട്ട് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, പിന്നെ ഏതാ നമുക്ക് കൊടുക്കാനുള്ളത്? പിന്നെ ഓഫറിൽ നമുക്ക് ഒരുപാട് തൈകൾ, ഇപ്പോൾ തെങ്ങിൻ്റെ വെറൈറ്റികളാണ് ഇതൊക്കെ. ഇതണ്ട, ഇതേത് വരുന്നത്? ഇത് നമ്മളെ സേലനാണ്. തമിഴ്നാട് സേലം തെങ്ങാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത തെങ്ങുകളാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ചെള്ളിൻ്റെ കേട് വരുന്നില്ല എന്നുള്ള. പിന്നെ അത് മാത്രമല്ല വലിയ ഓവറായിട്ടുള്ള ഹൈറ്റിലേക്ക് പോകുന്നില്ല. ഓക്കെ. ഒരു 4 വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് സേലം തെങ്ങ്. ഓക്കെ, നല്ലൊരു വെറൈറ്റിയും കൂടിയാണ്. നല്ലൊരു വെറൈറ്റി. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഓക്കെ അല്ലേ? നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഓക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ വെച്ചുകൂടെ റിസൾട്ട് ഉള്ള ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ തന്നെ റിസൾട്ട് ഉള്ള ആളുകളുണ്ട്. ഓക്കെ, തെങ്ങ് തന്നെ വേറെ വെറൈറ്റികളുണ്ട്. അപ്പോൾ കുറ്റ്യാടിയൊക്കെ വരുന്നുണ്ട്. 1000 കാച്ചൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല? 1000 കാച്ച് നിലവിലുണ്ട്. 1000 കാച്ച് വരാണ്ട്. സാധനം വരാണ്ട്. 1000 കാച്ച്, ഗംഗാബോണ്ട്, മലേഷ്യൻ ഗ്രീന്, കുറ്റ്യാടി, ടീൻറ്റൂടി എല്ലാ വെറൈറ്റി തെങ്ങും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് കുറ്റ്യാടിയാണ്. കുറ്റ്യാടി തെങ്ങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കരുത്തുള്ള തെങ്ങുകൾ കുറ്റ്യാടി. ഈ ഭാഗത്തൊക്കെ കുറ്റ്യാടി തന്നെയാണ്. അത് കുറ്റ്യാടി ഉണ്ട്, ഇത് മലേഷ്യൻ ഗ്രീൻ ഉണ്ട്, അതേപോലെ ഗംഗാബോണ്ട് ഉണ്ട്. ഇത് നമുക്ക് 275 ഉറുപ്പ്യ കൊടുക്കാം. ഈ ചെറിയ അതിൽ കൂടുതലായിട്ട് വലിയ തൈയിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് റേറ്റ് വരിക കേട്ടോ. അതൊക്കെ കിലോയിൽ വന്ന് നോക്കുമ്പോൾ ഒരു 500 ഉറുപ്പ്യ റേറ്റിന് കൊടുക്കാൻ പറ്റും. 500 ഉറുപ്പ്യക്ക് നമുക്ക് വലിയ തൈ തെങ്ങുകളൊക്കെ കുറ്റ്യാടി, ടീൻ്റെ ഒക്കെ ഉണ്ട്. അതിനകത്ത് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ വലിയ തെങ്ങുകൾ ഇതാ. അത് വലുതുവാണെങ്കിൽ അവിടെ ഉണ്ട്. ഇതൊക്കെ ഏതാ? ഇത് നമ്മളെ പിന്നെ ആന്ധ്ര നാടനാണ്. ആന്ധ്രന്റെ നാടൻ തെങ്ങുകളാണ്. എന്താ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും കായ്ക്കാൻ. നമ്മുടെ നാടൻ വെറൈറ്റി പെട്ടതായതുകൊണ്ട്. പിന്നെ അത്യാവശ്യം ഒരു 2 വർഷം പായ്ക്കുള്ള തൈ ആയതുകൊണ്ട് നമുക്ക് ഇനി ഒരു 3 വർഷം കൂടെ വെയിറ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ പ്രശ്നം. എന്നാലും അത്യാവശ്യം ആളുകൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പാടം ഭാഗത്തൊക്കെ വെക്കാൻ, ഈ വെള്ളക്കെട്ടുള്ള ഭാഗത്തൊക്കെ വെക്കാൻ വലിയ തെങ്ങ് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഏറ്റവും ബെറ്ററാണ് ഈ തെങ്ങ്. ഇത് നമ്മുടെ മാംഗോസ്റ്റാണ്. അത്യാവശ്യം പഴക്കമുണ്ടല്ലോ, ഒരു 6 വർഷം പായ്ക്കുള്ള തൈയാട്ടോ. 6 വർഷം പായ്ക്കുള്ള തൈയാണ്. ഇതിപ്പോൾ നമ്മൾ 3500 കൊടുത്തിരുന്ന തൈകളാണ്. 6 വർഷം പായ്ക്കുണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പം നമുക്കൊരു ഓഫർ എന്നുള്ളത് നമുക്കൊരു 2750 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റും. 2750 ഉറുപ്പ്യക്ക് 15 ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മളെ പെരുന്നാളായിട്ടുള്ള ഒരു ഓഫറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമ്മുടെ മാവുകളുടെ ഒരു കളക്ഷനാണ് ഈ ഒരു ഏരിയ മൊത്തം വരുന്നത്. വലിയ മാവുകളല്ലേ, ചെറുതൈകളൊന്നല്ല, വലുതും ചെറുതും എല്ലാ വെറൈറ്റികളും ഉണ്ട്. ഏത് സൈസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. മാങ്ങയോട് കൂടിയത് വേണമെങ്കിൽ. ഇത് കോട്ടൂർക്കോണം വെറൈറ്റിയാണ്. കോട്ടൂർക്കോണം അറിയാലോ, നമ്മളെ തിരുവനന്തപുരത്തെ സ്വന്തം മാങ്ങ എന്ന് പറയുന്നത്. കണ്ടാ, ഇത് മാങ്ങയോട് കൂടിയുള്ള മാവ് നമുക്ക് എത്ര കൊടുക്കാം? ഇല്ല, ഇതൊക്കെ നമുക്കൊരു 700 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റുന്നതാണ്. 700 ഉറുപ്പ്യക്ക് കൊടുക്കല്ലേ? 700 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റും. മാങ്ങ ഇട്ടിട്ട് വലിയ റേറ്റ് ഒന്നും ഇല്ല, അതിൽ മാറ്റമൊന്നുമില്ല. ഇതുണ്ട്, ഇത് കിങ് ഓഫ് ചക്കപ്പാത്താണ്. കിങ് ഓഫ് ചക്കപ്പാത്ത് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അവിടെ കായ പിടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഇതുണ്ടോ, ഇതൊക്കെ നമുക്ക് 700 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ റേഞ്ച് വരുന്നുള്ളൂ. ഇതൊക്കെ ഉണ്ടോ, ഇത് നമ്മൾ റെഡ് ഐവറിയാണ്. റെഡ് ബനാന, ഇതുണ്ടോ, ബനാന പിങ്ക്, റെഡ് ഐവറി, ഒരുപാട് വെറൈറ്റി. മാവിന്റെ ഒട്ടുമിക്ക കളക്ഷൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. കോട്ടൂർക്കോണത്തിന്റെ വലിയ പ്ലാന്റ് ആണ്. ഇതൊക്കെ എത്ര റേറ്റ് വരിക? കോട്ടൂർക്കോണത്തില്ല, ഇതൊക്കെ നമുക്ക് ഒരു 1000 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റും. 1000 രൂപ കൊടുക്കാൻ പറ്റും. അതേപോലെ ഇതാ കുളമ്പ് ഉണ്ടോ, കുളമ്പ് അത്യാവശ്യം നല്ല ഇതുണ്ടോ, ഒരു 10 അടിയൊക്കെ ആയിട്ടുള്ള നല്ല ബുഷായ പ്ലാന്റുകൾ. ഇതൊക്കെ 1300 ഉറുപ്പ്യ കൊടുത്തിരുന്ന ഇതൊക്കെ നമുക്ക് നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് നമുക്കൊരു 1100 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റും. 1100 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റും. കുഴപ്പമില്ലാത്ത ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്.
അതേപോലെ കാലാപ്പാടി ഉണ്ട് കേട്ടോ. കാലാപ്പാടി അടിപൊളി തൈയാണല്ലോ. കാലാപ്പാടി കുഴപ്പമില്ലാത്ത നല്ല ബുഷായിട്ടുള്ള തൈകളാണ്. ഇതൊക്കെ നമുക്കൊരു 950 റുപ്യ കൊടുക്കാൻ പറ്റും. 950 റുപ്യക്ക് കാലാപ്പാടി കുറേ ഉണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട് കാലാപ്പാടിയൊക്കെ. ഇത് നമ്മളെ ബനാന കേട്ടോ. മാങ്ങ ഉണ്ടല്ലേ? മാങ്ങ ഉണ്ട്. ബനാനയാണ്. അപ്പൊ മാങ്ങയോട് കൂടെയുള്ള ബനാന നമുക്ക് എത്ര കൊടുക്കാം? ഇല്ല, ഇത് 1250 റുപ്യ കൊടുക്കാൻ പറ്റും. 1250 ബനാന കൊടുക്കാം. ഓഫറിൽ കൊടുക്കന്നെ. ഓഫറിൽ കൊടുക്കാനേ. പൂവിട്ട് കാറ്റിമൂൺ കേട്ടോ. എത്ര കൊടുക്കാം? കാറ്റിമൂണൊക്കെ ഒരു 1200 റുപ്യാണ്. നമുക്കിത് 1300 റുപ്യ കൊടുത്തിരുന്നാണ്. ഇതൊക്കെ ഒരു 1200 റുപ്യ 1100 റുപ്യക്കും കൊടുക്കാൻ പറ്റും നമുക്ക്. ആ ചെറുമട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കി ചെയ്യാ. കസ്റ്റമർക്ക് നമുക്ക് കസ്റ്റമറുടെ സന്തോഷമായിട്ട് പോട്ടെ ഒരു റേറ്റിന് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുണ്ട് അതൊക്കെ ഒരുപാട് ഉണ്ട്. അതൊക്കെ ബനാനയാണ്. ഇതുണ്ടോ ഒരുപാട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒട്ടേറെ മാവുകൾ ഇതൊക്കെ വേണ്ട. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻ ഉണ്ട്. റംബുട്ടാൻ ഇതാ കായ പിടിച്ചതുണ്ട് കേട്ടോ. കായ പിടിച്ചുണ്ടല്ലോ. ഇതാ കായ പിടിച്ചതാ. ഇവിടെ കായ പിടിച്ചത്. ഇതൊക്കെ എങ്ങനെ കൊടുക്കണം നമ്മള്? ഇതൊക്കെ നമ്മൾ 3500 കൊടുക്കുന്നത് അറിയാളാ. ഇതിപ്പോ നിലവിൽ നമുക്ക് 1000 റുപ്യ കുറച്ച് 2500 റുപ്യ കൊടുക്കാൻ പറ്റും. 2500 റുപ്യ ഇത് കൊടുക്കാൻ പറ്റും. 2500 റുപ്യക്ക് ഇതാണ്ടാ. ഇതാ അത്യാവശ്യം കുഴപ്പമില്ലാതാണ്ട. ഇതൊക്കെ നമുക്ക് കായ പിടിച്ച തൈകളാ. ഇപ്പൊ ക്യാമറയിൽ ഒതുങ്ങുന്നില്ല. ഇതാണ്ടാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2500 റുപ്യക്ക് 2500 റുപ്യക്ക് ഇതാ. ഇതൊക്കെ റേറ്റ് കുറവാട്ടെ. ഇതൊക്കെ നമുക്ക് ഒരു 1500 റുപ്യ കൊടുക്കാൻ പറ്റുന്ന തൈകളേട്ടാ. 1500 റുപ്യ. പിന്നെ ഇതൊക്കെ സീസർ റംബുട്ടാനാണ് കേട്ടോ. ഇതൊക്കെ സീസറാണ്. സീസറൊക്കെ നമുക്ക് 1500 റുപ്യ കൊടുത്തു. ഇതൊക്കെ ഒരു 1000 റുപ്യക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 1000 റുപ്യക്ക് സീസർ റംബുട്ടാൻ. സീസർ ഇതുണ്ട്. ഇതൊക്കെ ഒരു 700 റുപ്യ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. റംബുട്ടാനെ പറഞ്ഞ അതിൻ്റെ അതണ്ട. ഇതൊക്കെ നമ്മൾ 600 റുപ്യ കൊടുത്തു. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ നിലവിൽ ഒരു 500 റുപ്യ ഒരു 400 പെരുന്നാൾ ഓഫറായിട്ട് കൊടുക്കാൻ പറ്റും. പോട്ടല്ലോ. എല്ലാവരും വെക്കട്ടെ. ഇതുണ്ടോ. ഇത് നമ്മളെ എല്ലോ മറ്റേതാണ്. E35 ആണ്. E35 എല്ലോ റംബുട്ടാൻ. നമ്മളെ മഞ്ഞ റംബുട്ടാൻ എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള അതേ ക്വാളിറ്റി കളറിൽ മാത്രമേ മാറ്റുള്ളൂ. എത്ര കൊടുക്കുക? ഇത് നമുക്കൊരു 350 റുപ്യ കൊടുക്കാൻ പറ്റും. ഈ സൈസ് 350 റുപ്യ കൊടുക്കാൻ പറ്റും. ഇത് കുറച്ച് റേഞ്ച് വരുന്നുണ്ട്. ഇത് നമുക്കൊരു ഇതുണ്ടോ എല്ലോയിൽ വലിയ കുറച്ച് വലുപ്പമുള്ള നല്ല ബുഷിയായിട്ടുള്ള തൈകളാണ്. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 700 റുപ്യ കൊടുക്കാൻ പറ്റും. 700 റുപ്യക്കാ. ഇനി പിന്നെ തൊട്ട് താഴത്തോട്ട് ഇതൊക്കെ E35 ചെറിയ തൈയാണ്. ഇത് നമുക്കൊരു 175 റുപ്യ കൊടുക്കാൻ പറ്റും. 175 റുപ്യ E35 175 റുപ്യ. N80 അല്ല കേട്ടോ. അടിപൊളി ഒരു വെറൈറ്റി. ഇതാ N18 ഉണ്ട്. N80 എത്ര കൊടുക്കുക? N80 ഇതാ. ഇതിപ്പോൾ നമ്മളിത് 200 കൊടുത്തിരുന്ന തൈയാണ്. അപ്പം എന്തെങ്കിലും കുറയ്ക്കാം. ഇത് നമുക്ക് എന്തായാലും കുറച്ചിട്ട് ഒരു 175 റുപ്യ കൊടുക്കാം. അത് 175 റുപ്യ കൊടുക്കാം. ഇത് നമ്മളെ ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് ഇട്ടാ. അടിപൊളി പാണ്ടാണുള്ളത്. നല്ലോണം കായ പിടിച്ചതാണ്. ഇത് നമ്മൾ 850 റുപ്യ കൊടുത്തത്. ഇപ്പം നമ്മൾ 700 റുപ്യ കൊടുക്കാം. 150 റുപ്യ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ ബനാന വേറെ ഉണ്ട് കേട്ടോ. ബനാന ഇതാ വേറെ വരുന്നുണ്ട്. ഇതാ ബനാനയും കുഴപ്പമില്ലാതെ ഇതാ കായ പിടിച്ചതാണ്. ഇതുണ്ടോ ബനാനയാണ്. ഇത് നമുക്ക് ആ സെയിം റേറ്റിന് കൊടുക്കാൻ പറ്റും. സെയിം റേറ്റിന് കൊടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ വലിയ പ്ലാന്റുകൾ വേറെ വരുന്നുണ്ട്. പിന്നെ ബനാനയിൽ തന്നെ നമുക്ക് ഇതാ ചെറിയ തൈകളുണ്ട്. ഇതുണ്ടോ ഇതൊക്കെ 300 റുപ്യക്ക് കൊടുക്കാൻ പറ്റും. 300 റുപ്യക്ക്. പിന്നെ ചിക്കു തന്നെ ഇതാ 200 റുപ്യയുടെ ഇതുണ്ട് കേട്ടോ. സാധാ വെറൈറ്റിക്ക് അതൊക്കെ ഒരു 200 റുപ്യ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഫ്ലവറായിട്ട് വന്ന പ്ലാന്റുകളാണ്. ഇതൊക്കെ 200 റുപ്യ കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ്. ഇതൊക്കെ കുഴപ്പമില്ലാത്ത തൈകളാണ്. ഇതൊക്കെ 350 റുപ്യയുടെ തൈകളാണ്. 350 റുപ്യയുടെ തൈ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട തൈയൊന്നുമല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കായ പിടിച്ച തൈകൾ 350 റുപ്യ കൊടുക്കുന്ന തൈകളാണ് ഇതൊക്കെ. ഇതൊക്കെ ഇഷ്ടംപോലെ കാഴ്ചയുണ്ട് കേട്ടോ. ഒട്ടുമിക്ക പ്ലാന്റുകളും കൂടെയുള്ളതാണ്. ഇതൊക്കെ ചെറിയ റേഞ്ചിൽ മാറ്റം വരും കേട്ടോ. ഇതൊക്കെ ചെറിയൊരു മാറ്റം വരും. എന്നാലും കുഴപ്പമില്ലാത്ത കൊടുക്കും നമ്മളത്. അടിപൊളി ബുഷ് ഓറഞ്ചിന്റെ പ്ലാന്റ് ഉള്ളത്. ബുഷ് ഓറഞ്ച് കുഴപ്പമില്ലാത്ത തൈകളുണ്ട്. അത്യാവശ്യം നല്ലോണം കായ പിടിച്ച ബുഷ് ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ച് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അത് അവിടെയൊക്കെ ഉണ്ട്. നല്ലോണം എല്ലാം കായ പിടിച്ച പ്ലാന്റുകളാണ്. ഇതൊക്കെ ഇപ്പോൾ നിലവിൽ നമ്മളൊരു 1200 കൊടുത്തിരുന്നാണ്. ഇതൊക്കെ നമുക്കൊരു 850 റുപ്യച്ച് കൊടുക്കട്ടോ. ഇതൊക്കെ ഒരു 800 റുപ്യൻ്റെ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ബുഷ് ഓറഞ്ചൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തൈകൾ.
എല്ലാം കായ പിടിച്ച തൈകളാണ്. അപ്പൊ ഇതിന്റെ തൊട്ട് ചെറുതൈകൾ വേണമെങ്കിൽ അതും ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്, അതൊക്കെ ഒരു 125 ഉറുപ്പ്യൻ്റെ ഒക്കെ റേഞ്ചിലുള്ളതാണ്. ഇതണ്ട ഇതൊക്കെ അതൊക്കെ 125 ഉറുപ്പ്യ. ഇതണ്ട ഇതണ്ട 125 ഉറുപ്പ്യയുടെ തൈകളാണ് ഇപ്പോൾ ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ 125 ഉറുപ്പ്യ കൊടുക്കുന്ന. പിന്നെ അതിൻ്റെ നേരെ കുറച്ച് വലുപ്പത്തിൽ വരുന്നുണ്ട്. 150 ഉറുപ്പ്യ. 150 ഉറുപ്പ്യയുടെ തൈ മോശമൊന്നുമില്ല. ഇതണ്ട ഇഷ്ടംപോലെ കായ പിടിച്ച തൈകൾ 150 ഉറുപ്പ്യക്ക്. 150 ഉറുപ്പ്യ. ഇത് നമ്മളെ നാംഡോക്ക് മൈ കേട്ടോ. നാംഡോക്ക് മൈ ഗോൾഡാണ്. ആണല്ലോ. നാംഡോക്ക് മൈ ഗോൾഡാണ്. ഇതൊക്കെ നിലവിൽ നമ്മൾ 500 ഉറുപ്പ്യ കൊടുത്തിരുന്ന ഇതൊക്കെ ഒരു 400 ഉറുപ്പ്യ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ RT2 കേട്ടോ. RT2 ആണല്ലോ. RT2 അത്യാവശ്യം നല്ല സൈസ്, നല്ല സൈസ്, നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്, കാണാനും ഭംഗിയുള്ള ഒരു മാങ്ങ. കാണാൻ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല കായ പിടിക്കുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥയിലൊക്കെ കായ്ക്കുന്ന ഒരു വെറൈറ്റി കേട്ടോ RT2. നമ്മളിവിടെ നഴ്സറി തന്നെ കായ്ച്ചിരുന്നു. ഇതൊക്കെ എങ്ങനെ തൈകൾക്ക് റേറ്റ്? ഇത് നമ്മൾ കൊടുത്തിരുന്നത് 850 ഉറുപ്പ്യക്കാണ്. ഇത് നമുക്കൊരു 700 ഉറുപ്പ്യ കൊടുക്കാം. 700 രൂപ കൊടുക്കല്ലേ? 700 ഉറുപ്പ്യ. ഈ പെരുന്നാൾ ഓഫർ ആയിട്ട് 15 ദിവസം കിട്ടും. ഒരു 15 ദിവസം നമുക്ക് കൊടുക്കാം. വീഡിയോ വന്നിട്ട് വരുന്ന ആളുകൾക്ക് ഒരു 15 ദിവസം കൊടുക്കാൻ പറ്റും. ഇതേ റേഞ്ചിൽ തന്നെ ഇപ്പൊ കണ്ട ചക്കപ്പാത്ത് ഉണ്ടല്ലേ? ചക്കപ്പാത്തൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചതാണ്. അതിവിടെ കുറേ ഉണ്ട് കേട്ടോ. അതേപോലെ കോട്ടൂർ കോണത്തിൻ്റെ ചെറിയ തൈകളാട്ടോ. കോട്ടൂർ കോണത്തിൻ്റെ ചെറിയ തൈയൊക്കെ 350 ഉറുപ്പ്യ റേറ്റ് ഉള്ളൂ കേട്ടോ. 350 ഉറുപ്പ്യ റേറ്റ്. അതുപോലെ ചക്കരക്കുട്ടിയൊക്കെ നമുക്ക് 300 ഉറുപ്പ്യ റേറ്റ് ഉള്ളൂ. ചക്കരക്കുട്ടിയൊക്കെ നമ്മൾ മാൾട്ട മുസമ്പി കേട്ടോ. മാൾട്ട മുസമ്പി ഇതുണ്ടോ? മാൾട്ട മുസമ്പി നല്ലോണം കായ പിടിച്ച് നിൽക്കുന്ന തൈകളാണ് മാൾട്ട. ഇതൊക്കെ എങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റുക? ഇതിപ്പോൾ നിലവിൽ നമ്മൾ 500 ഉറുപ്പ്യയുടെ പ്ലാന്റ് ആണ്. ഇതൊക്കെ നമുക്ക് ഒരു 400 ഉറുപ്പ്യ കൊടുക്കാം. 400 രൂപ, 100 രൂപ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുക. കൊടുക്കാം. മുസമ്മിന്റെ ഒട്ടുമിക്ക വെറൈറ്റീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. മുസമ്പി ഉണ്ട്, അതേപോലെ ബബ്ലൂസ് ഉണ്ട്. വെരിഗേറ്റഡ് ബുഷ് ഓറഞ്ച്, വെരിഗേറ്റഡ് ബുഷ് ഓറഞ്ച്. ഇതൊക്കെ എങ്ങനെ കൊടുക്കണേ? ഇത് നമ്മളിപ്പോൾ 600 ഉറുപ്പ്യ കൊടുക്കുന്ന തൈയാണ്. ഇത് നമുക്ക് 400 കൊടുക്കാം. 200 രൂപ ഡിസ്കൗണ്ട് 400 കൊടുക്കാം. ഇതൊക്കെ കണ്ടോ കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കായ പിടിച്ചേട്ടോ. അത് ഏകദേശം തന്നെ ഇത് ഈ കായും ഈ ഇലയും തമ്മിലേ ഒരേ ഇതിലേക്ക് വരുന്നതുകൊണ്ട്. മുസമ്പിയിൽ തന്നെ അവിടെ ഒരു വെരിഗേഷൻ കാണാണ്ടല്ലോ. ഏത് മുസമ്പിയിലുണ്ട്? വെരിഗേറ്റഡ് ഉണ്ട്. അതും കായ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ? ഇല്ല, ഇതൊക്കെ ഒരു 300 ഉറുപ്പ്യൻ്റെ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. 300 ഉറുപ്പ്യക്ക് ആ റേഞ്ചിൽ കൊടുക്കാം. 300 ഉറുപ്പ്യക്ക്. പേരയിൽ തന്നെ ഒട്ടുമിക്ക വെറൈറ്റീസ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. പേര് ഒരുപാടുണ്ട്. പേരെന്താ പറയുക? ഇതിപ്പോൾ ഐസ്ക്രീം പേരയാണ്. ഇത് ഐസ്ക്രീം പേരെന്ന് പറഞ്ഞ വന്നൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ നമുക്ക് 125 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റും കേട്ടോ. 125 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ L49 തന്നെ പേരാണ്. ഇതുണ്ടോ L49. ഇതും സെയിം റേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റും. L49 ഒക്കെ പേര് നമുക്ക് 100, 150, 200. ഇത് ജാർവി റെഡ് ആണ്. ജാർവി റെഡിന് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. ജാർവി റെഡ് കുഴപ്പമില്ലാത്ത നല്ല ആദായ പിടിക്കുന്ന ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മാറ്റം ഉണ്ട്. എന്നാലും ഇല്ല, കുഴപ്പമൊന്നുമില്ല. 200 ഉറുപ്പ്യ ഉള്ളൂ. 200 ഉറുപ്പ്യ ഉള്ളൂ അല്ലേ? വലിയ റേറ്റ് ഒന്നുമില്ല. പിന്നെ ഇത് അറക്കാക്കിരേനും ഇത് പിന്നെ നമുക്ക് അറിയാമല്ലോ. അറക്കാക്കിരനൊക്കെ എന്ന് പറഞ്ഞാൽ കുയ്യത്തി അങ്ങ് വെച്ചാൽ മതി. കായ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതേപോലെ VNR, അറക്കാക്കിരനൊക്കെ നമ്മുടെ നിലവിൽ 150 ഉറുപ്പ്യയുടെ തൈകൾ. പിന്നെ തായ്പിങ്ങിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ തൈ ഉണ്ട്. സാധനം വരാനുണ്ട്. സാധനം ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് കുറവാണെങ്കിൽ പോലും സാധനം ഇഷ്ടംപോലെ എത്തും. ഇതൊക്കെ 250 ഉറുപ്പ്യ റേറ്റ് ഉള്ളൂ കേട്ടോ. ഇത്രയും വലിയ തൈ 250 ഉറുപ്പ്യ റേറ്റ് ഉള്ളൂ. ഈ ഫ്രൂട്ടോട് കൂടെ ഫ്രൂട്ടോടുള്ള തൈ 250 ഉറുപ്പ്യ റേറ്റ് ഉള്ളൂ. നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയറിലില്ലേ? വിയറ്റ്നാം സൂപ്പർ എയറിൽ തന്നെ ഇപ്പോൾ വിയറ്റ്നാമിൻ്റെ റെഡ് വന്നിട്ടുണ്ട് കേട്ടോ. റെഡോ? വിയറ്റ്നാം റെഡ് ഇതുണ്ടോ? വിയറ്റ്നാമിൻ്റെ റെഡ് ഉണ്ട്. നല്ല ബുഷിയായ തൈയാണ്. കിടിലം പ്ലാന്റ് അല്ലേ? കിടിലം പ്ലാന്റ്. 1200 ആയിരുന്നു കൊടുത്തിരുന്നത്. ഇത് നമുക്കൊരു 950 ഉറുപ്പ്യ കൊടുക്കാം. 950 ഉറുപ്പ്യ കൊടുക്കാം. വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് കേട്ടോ. ഈ ഒരു ഓഫർ ടൈമിൽ ഈ പെരുന്നാളായിട്ടുള്ളൊരു ഓഫറാണല്ലോ. വിയറ്റ്നാമൊക്കെ നമ്മൾ 600 ഉറുപ്പ്യയുടെ തൈയാണ്. അത്രയും വലിയ തൈ, ഏകദേശം ഒരു 8 അടിയൊക്കെ ഹൈറ്റുള്ള തൈയാണ്. ഇതിപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ കൊടുക്കുന്നത് 500 ഉറുപ്പ്യക്കാട്ടോ. ആ റേഞ്ചിൽ 500 ഉറുപ്പ്യക്ക് നമ്മൾ ഈ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ AVRക്ക് നമ്മളിവിടെ റിസൾട്ട് കിട്ടിയെന്ന് പറയുന്നത്. റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ടേസ്റ്റ് കൂടിയ ചക്കയാണല്ലോ. മധുരം കൂടിയ ചക്കയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ടിൽ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. എന്നാൽ പോലും ആളുകൾ വെക്കേണ്ട ആളുകൾ കുറച്ച് ടൈം എടുത്താലും കായ്ക്കുന്നുണ്ട്. ഇതിലൊക്കെ വലിയ പ്ലാന്റുകൾ വേറുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ വലിയ പ്ലാന്റുകളിലേക്ക് വിയറ്റ്നാമിന്റെ വലിയ പ്ലാന്റുകൾ വിയറ്റ്നാമിന്റെ ഇതൊക്കെ എങ്ങനെ? നമ്മൾ 1500 കൊടുത്തിരുന്ന പ്ലാന്റ് ആണ്. 1500 കൊടുക്കുന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് നിലവിൽ 1200 ഉറുപ്പ്യ കൊടുക്കുന്നത്. 1200 ഉറുപ്പ്യക്ക് ഇത് വലിയ പ്ലാന്റുകൾ. ഇതിന്റെ നേരെ ചെറുതുണ്ട് കേട്ടോ. ഇതിന്റെ നേരെ ചെറുത് തൊട്ട് താഴെ ഇതുണ്ടോ? ഇതൊക്കെ നമ്മളിപ്പോൾ 1000 ഉറുപ്പ്യ കൊടുക്കുന്ന തൈയാണ്. ഇതുമ്പോൾ നമുക്കൊരു 100 ഉറുപ്പ്യ ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കാം. ഒരു 900 ഉറുപ്പ്യ കൊടുക്കാം. ഇത് നമ്മൾ ഡാൻസൂര്യ കേട്ടോ. ഡാൻസൂര്യ
ഡാൻസൂരിന്റെ ചെറിയ പ്ലാവാണ് ഇത്. നമ്മൾ നിലവിൽ കൊടുത്തിരുന്നത് 250 റുപ്യക്കാണ്. ഇപ്പൊ നിലവിൽ 50 റുപ്യ കുറച്ച് 200 റുപ്യക്ക് നമുക്ക് ഈ വീഡിയോ കണ്ടുവരുന്ന ആളുകൾ കൊടുക്കാം. ഇതേട്ടോ, ഇത് നമ്മളെ ജാത്താടിത്തിരിയുടെ വലിയ പ്ലാന്റ്, നല്ല ബുഷിയായ പ്ലാന്റ്. കൊള്ളാലോ അത്. ഇതെങ്ങനെ കൊടുക്കുക? ഇത് നമ്മൾ 1200 ഇപ്പൊ നമ്മൾ 950 ആക്കി. 950 ആക്കി. 1000 താഴത്തേക്ക് വന്നു. ഇതിന്റെ റിസൾട്ട് എത്ര സമയം കൊണ്ടാ? റിസൾട്ട് ഇതൊക്കെ എന്തായാലും ഒരു 2 വർഷം വെയിറ്റ് ചെയ്താൽ ചക്ക കായ്ക്കും. ചക്ക കായ്ക്കും. 100%. ഇതിനൊക്കെ വലിയ പ്ലാന്റുകൾ വേറെ ഉണ്ട് കേട്ടോ.